ഒരു കുട്ടി രുചി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ വക ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റോസ്റ്റാണ്. ചിക്കൻ റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിന് ചിക്കൻ റോസ്റ്റിന് മെയിനായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ്. ആ സാധനം തന്നെയാണ് നമുക്ക് ഇല്ലാത്തത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എക്സ്പെരിമെൻ്റൽ ചാനലാണെന്ന്. കാരണം ഞാനിവിടെ മുഴുവൻ ഉണ്ടാക്കുന്നത് എൻ്റെ കയ്യിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും എല്ലാം കൂടി കുറച്ചിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വെച്ചിട്ട് മൂപ്പിക്കണം. അപ്പോൾ ഇനി കുരുമുളക് ഇല്ലാത്തത് കൊണ്ട് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ പോവാണ്. ഇന്നൊരു ക്രിസ്മസ് ആയിരുന്നു കൊണ്ട് ഞാൻ ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും ഒക്കെ വെച്ചു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി ചിക്കൻ വെച്ചാണ് ഞാൻ ഈ സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മാറി വരുമ്പോഴത്തേക്ക് പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി കഴിഞ്ഞ് കൊടുക്കാം. ഉള്ളി അരിഞ്ഞതൊരു 2-2.5 ഉള്ളി ഉണ്ടായിരുന്നു ഞാൻ എടുത്തത്. അപ്പം ആ ഒരു ഉള്ളി നമുക്ക് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റിയെടുത്തുകൊണ്ടിരിക്കണം. ഇതെങ്ങനെ ഇരിക്കുമെന്നൊക്കെ എനിക്കറിയാൻ പാടില്ല. ഇച്ചിരി മഞ്ഞപ്പൊടിയും ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1.5 സ്പൂൺ ഇടാം. പക്ഷേ എൻ്റെ ഒരു ഇച്ചിരിയേ ഉള്ളൂ ചിക്കൻ, അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ 1.25 സ്പൂണൊക്കെ മുളക് പൊടി ഇടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ഞാനെന്തായാലും ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. കാരണം എനിക്കിവിടെ അധികം ആർക്കും എരിവ് അത്ര കൂടെ പോരാ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിനകത്ത് കുറച്ച് ഇരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് നല്ല രീതിയിൽ വഴറ്റണം കേട്ടോ. നല്ല രീതിയിൽ കറുത്തിരിക്കുന്ന രീതിയിൽ വഴറ്റണം. ഇപ്പോൾ ഈ ഫോണിൽ തന്നെ അറിയാൻ പറ്റും. ഇനി നല്ല വഴറ്റി വന്നതിനകത്തോട്ട് നമുക്ക് ചിക്കനൊക്കെ ഇടാളല്ലേ. അപ്പോൾ നല്ല രീതിയിൽ കറുത്ത് വരണം. ചെറിയൊരു പച്ചമണം മാറുന്ന വരെ നല്ല രീതിയിൽ വഴറ്റണം. ഏകദേശം ഒരു 10 മിനിറ്റ് അടുപ്പിച്ച് വഴറ്റേണ്ടി വരും. അതായത് ഞാൻ എൻ്റെ കയ്യിൽ ഫോണും ട്രൈപോഡും അങ്ങനെ ക്യാമറ ഒന്നും ഇല്ല കേട്ടോ. ഫോണിൻ്റെ ഒരു ഇത് വെച്ചാൽ ഫോണിൽ ലൈറ്റ് വെച്ചെടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് കളർ വ്യത്യാസം നിങ്ങൾക്ക് അറിയാത്തത്. അപ്പോൾ നമ്മളുണ്ടായിരുന്ന കുറച്ച് ചിക്കൻ കറി ഞാൻ പറഞ്ഞില്ല, ചിക്കൻ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, ആ ഒരു ചിക്കനാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇത്രയുള്ളൂ. പിന്നെ കുറച്ച് ഈ കറിവേപ്പിലയും കുറച്ച് നാരങ്ങ നീരും ഒക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലിട്ട് വഴറ്റിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. ചിലപ്പോൾ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് കുറച്ച് ഫ്രിഡ്ജ് വെച്ചതും കൂടെ ആയതുകൊണ്ടായിരിക്കും വെള്ളം അധികം ഇല്ലാത്തത്. അതുകൊണ്ട് നമുക്ക് ശകലം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇച്ചിരി നല്ല രീതിയിൽ ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെക്കാം. ഇവിടെ നമ്മുടെ വീട്ടിൽ പല രീതിയിൽ പല രീതിയിൽ ടേസ്റ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ഭക്ഷണവും അങ്ങോട്ട് പിടിക്കത്തില്ല. അപ്പോൾ നമുക്കത് അടച്ചു വെക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഈ സാധനത്തിന് നമുക്ക് ഇളക്കലാണ് മെയിനായിട്ടുള്ള സാധനം. ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മെയിൻ പരിപാടിയായിട്ട് ഭയങ്കര സമയമെടുക്കും കേട്ടോ. നിങ്ങൾ ക്ഷമിച്ച് ചെയ്യണം. ഓക്കെ, നമുക്ക് നല്ല രീതിയിൽ ഇളക്കി വീണ്ടും അടിയിലൊക്കെ പിടിക്കുന്നതൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ചണ്ടി മാറ്റിയൊക്കെ വെക്കാം. അത് കുഴപ്പമില്ല, അതിന് സ്മെല്ലൊന്നും പിടിക്കത്തില്ല. നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. വീണ്ടും അടച്ചു വെക്കാം. ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 3-4 പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ തുറന്നു നോക്കി ഇടയ്ക്കുന്ന് അടിയിൽ നിന്നൊക്കെ പിടിക്കുന്നതൊക്കെ മാറ്റി ഇളക്കിയൊക്കെ സെറ്റായിട്ട് വീണ്ടും വെച്ചുകൊണ്ടിരിക്കണം. ഞാനെന്തായാലും ഉണ്ടാക്കി നോക്കിയത്. അത് ലാസ്റ്റ് പെപ്പറൊക്കെ ഇട്ടിട്ട് നല്ലൊരു പിടി പിടിക്കാൻ നല്ല രീതിയിലൊരു ഇളക്കലുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ സാധനമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് ഗൈസ്. ഈ സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇവിടെ ഞാൻ കൊടുത്തിട്ട്, പക്ഷേ എനിക്കങ്ങോട്ട് പോരായിരുന്നു. ഈ പെപ്പർ ഇല്ലാത്തതുകൊണ്ട് എനിക്കങ്ങോട്ട് പിടിക്കത്തില്ല. പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടു. അവർക്ക് ഈ എരിവിൻ്റെ അങ്ങനെ വിഷയമില്ലാത്തതുകൊണ്ട് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, പെപ്പറിലാണെങ്കിൽ ഇതിനേക്കാളും വലുത് എന്തായാലും അടിപൊളിയാണ്. എൻ്റെ കുട്ടി നോക്കി അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഇതുപോലുള്ള എൻ്റെ എക്സ്പെരിമെൻ്റൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി ഒന്ന് ബെല്ലൈക്കണും കൂടി അമർത്തണേ.